മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം കണ്ണനെ കൊല്ലാൻ വന്ന കൊലയാളിക്ക് കണ്ണനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ വിവരങ്ങളൊന്നും മേഹനോ കമലേശ്വരത്തുള്ളവരോ ആരും അറിഞ്ഞിട്ടുമില്ല. മഹാലക്ഷ്മി ആണെങ്കിൽ മാർക്കോനെ കാണാൻ പോയിട്ട് മാർക്കോനെ ഒട്ട് കാണാനും സാധിക്കുന്നില്ല. ആ സമയം കൊണ്ട് മാർക്കോ അവിടുന്ന് ഡിസ്ചാർജായി പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അനന്ത് കണ്ണനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്താണെന്ന് ചോദിക്കുമ്പം, അല്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ, അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞിനെ മഹാലക്ഷ്മി പ്രസവിക്കും, അതിനെ താലോലിച്ച് വളർത്താം എന്നൊക്കെയാണ് ഞാനും ലേഹയും പ്രതീക്ഷിച്ചിരുന്നത്. ഇനിയിപ്പോൾ നിൻ്റെ കാലിന് ചലനശേഷി കിട്ടിയ സ്ഥിതിക്ക് നിനക്ക് പൂർണ്ണമായിട്ടും എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവ് കുറച്ച് നാളുകളോണ്ട് തന്നെ കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കൂലോ, അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും നടക്കാൻ പോണില്ല എന്നൊക്കെ അനന്ത് ഭയങ്കര വിഷമത്തോടു കൂടി കണ്ണനോട് പറയുമ്പം കണ്ണനും അത് കേട്ടിട്ട് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ സമാധാനപ്പെട്, അങ്ങനെ നീ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്കും സ്വന്തം കുഞ്ഞിനെ പോലെ കാണുകയും ചെയ്യാം, അതിനെ ഓമനിച്ച് വളർത്തുകയും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാലോ മഹിയുടെ സ്വഭാവം, അവൾക്ക് അതിനൊന്നും തടസ്സമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിനെയും കണ്ണനെയാണ് കാണിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട, നമ്മൾക്ക് ആപത്ത് വരുന്ന സമയത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്, അതിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം, നമ്മളെ ആർക്കും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അപായപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് തുണയായിട്ട് ഏതോ ഒരു ശക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഏത് ആപത്ത് ഘട്ടത്തിലും നമ്മളെ രക്ഷിക്കാൻ പല രൂപത്തിലായിട്ട് ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കണേ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, അന്ന് എന്നെ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ച ആ പയ്യൻ തന്നെയാണോ ഇന്ന് കണ്ണേട്ടനെ രക്ഷിച്ചതെന്ന്. കാരണം ഡോക്ടറുടെ പറച്ചലിൽ നിന്നും അയാളുടെ രൂപഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അയാൾ തന്നെ ആയിരിക്കുമെന്ന്. അയാളെ കണ്ടാലും ഒരു ഗുണ്ടയെ പോലെയൊക്കെ തോന്നും. അയാൾ നല്ലോണം ഗുണ്ടകളെ തല്ലി ഒതുക്കണത് ഞാൻ കണ്ടതാണ്. ഇന്നിപ്പോൾ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് വന്ന ഗുണ്ടയെയും അയാൾ അതുമാതിരി തല്ലി ഒതുക്കിയെന്നാണല്ലോ കണ്ണേട്ടനും പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും ഒരാളായിരിക്കും എന്നാണ് തോന്നണേന്നൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും തനിക്ക് അയാളെ കാണാൻ പറ്റിയില്ലല്ലോ, എവിടെയെങ്കിലും വെച്ച് വീണ്ടും നമ്മളുടെ മുമ്പിൽ അയാൾ വന്ന് പെടും, അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെയെന്ന് പറയണു. പിന്നീട് മേഹനയൊക്കെയാണ് കാണിക്കുന്നത്. മേഹന ശക്തിക്ക് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും ശക്തി ഫോൺ എടുക്കുന്നില്ല. പിന്നീട് കുറേ ട്രൈ ചെയ്തതിന് ശേഷം ശക്തി തിരിച്ചു വിളിക്കുന്നു. ആ സമയത്ത് മേഹൻ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പം ശക്തി പറയുന്നുണ്ട്, ഒന്നും നടന്നില്ല, ഞാൻ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരാൾത്തൻ വന്ന് എന്നെ ഇടിച്ച് പഞ്ചറാക്കി, ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറയണു. ഇത് കേട്ട് മേഹന ആകെ കലി തുള്ളുന്നുണ്ട്. ഇനി ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അപ്പോൾ പറയുന്നുണ്ട്, ഇനി ഞങ്ങളിത് ഏൽക്കില്ല, വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ എന്ന് പറഞ്ഞ് ശക്തി ഫോൺ കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കരുണ ഇതെല്ലാം അറിയുന്നുണ്ട്. എന്നിട്ട് കരുണ ഉണ്ണിയോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അയാളെ വെള്ളം പതിപ്പിച്ച് ആംബുലൻസിൽ കൊണ്ടുവരുന്നത് കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോൾ ഞാൻ കാണേണ്ടത് മഹാലക്ഷ്മി നല്ല പുഞ്ചിരിയോടുകൂടി വന്ന് ഇറങ്ങുന്നതാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇത് കാണാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? ഇതിലും ഭേദം എനിക്കെൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണമായിരുന്നു നല്ലത്. എൻ്റെ വീട്ടിൽ എൻ്റെ ദാസിയെ പോലെ ജീവിച്ചിരുന്നവൾ ഇവിടെ രാജ്ഞിയെ പോലെ ജീവിക്കുന്നത് കാണാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച് ഉണ്ണിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കരുണേ നീ ഒന്ന് സമാധാനപ്പെട്, എല്ലാം നമ്മൾ ഉദ്ദേശിക്കണ പോലെ പെട്ടെന്ന് നടക്കുമോ? ഇതൊരാളെ കൊല്ലണ കാര്യമല്ലേ, അത് എടിപിടിയിൽ നിന്ന് അങ്ങനെ നടത്താനൊന്നും പറ്റില്ല, അത് സാവകാശം സൂക്ഷിച്ചും കണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. മേഹേട്ടൻ അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും നടത്തിയതല്ലേ, എന്നിട്ട് പരാജയപ്പെട്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ആയുസ്സുള്ളത് കൊണ്ടാണ്. പിന്നെ മാത്രമല്ല നിൻ്റെ ചേച്ചിയാണെങ്കിൽ ഏതോ ഒരു നേരവും അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ഒരാളല്ലേ, അവരുടെ കയ്യിലുള്ള ആ അയ്യപ്പ വിഗ്രഹമാണ് ഈ ശരിക്കും ജീവനുള്ള വിഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരിക്കൽ അത് കൊണ്ടുപോയി പുഴയിൽ എറിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പൂജാമുറിയിൽ അതിരിക്കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തോ ശക്തിയുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരോട് മുട്ടുമ്പോൾ സൂക്ഷിച്ച് മുട്ടണം എന്നൊക്കെ ഉണ്ണി കരുണയോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കഴിവുമില്ല എന്നുള്ളത് എനിക്ക് പണ്ടേ മനസ്സിലായേക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടുതൽ കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സാലറി കിട്ടണമെങ്കിലും നിങ്ങൾ അവളുടെ മുമ്പിൽ പോയി നിന്ന് ചോദിച്ചു വാങ്ങേണ്ടി വരും. അത്രയ്ക്കും തരം താഴ്ന്ന ഒരു ജോലി നിങ്ങളിനി ചെയ്യണേ എന്തിനാന്നൊക്കെ ചോദിച്ച് കാരണം ഉണ്ണിയെ ഒരുപാട് അങ്ങോട്ട് നാണം കെടുത്തുന്നുണ്ട്. അത് കണ്ട് ഉണ്ണിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ടെങ്കിലും ഉണ്ണി തിരിച്ചൊന്നും പറയുന്നില്ല. പിന്നീട് മേഹനയാണ് കാണിക്കുന്നത്. മേഹൻ മഞ്ജുവിനെ കാണാനായിട്ട് കമലേശ്വരത്തേക്ക് വരികയാണ്. എന്നിട്ട് കമലേശ്വരത്ത് വന്ന് മഞ്ജുവിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇനി നമ്മളുടെ വിവാഹം എന്തായാലും കണ്ണൻ സഹകരിച്ച് നടത്തുമെന്ന് തോന്നണില്ല, ഇപ്പോഴാണെങ്കിൽ എനിക്ക് ജോലിയുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല, അത് നിനക്കും അറിയാം
അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, മേഹേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് 100 സമ്മതമാണ്. പക്ഷെ കണ്ണേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പം നമുക്കൊന്നും തരാൻ സാധ്യതയൊന്നുമില്ല, എന്നാലും നമുക്ക് കല്യാണം നടത്താമെന്നൊക്കെ പറയുമ്പോൾ മേഹം പറയുന്നുണ്ട്, കണ്ണനെ എതിർത്തുകൊണ്ട് നമുക്ക് ഈ വിവാഹം നടത്താൻ പറ്റില്ല. ഇപ്പം കണ്ണനെ കൊല്ലാൻ ആളെ അയച്ചത് ഞാനാണെന്നുള്ള വിവരം കണ്ണന് മനസ്സിലായി കഴിഞ്ഞാൽ അച്ഛനെയും ജോലിയിൽ നിന്ന് കണ്ണൻ പിരിച്ചുവിടും. പിന്നെ ഞങ്ങൾക്ക് ആർക്കും വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുതോറും ചിലവ് കൂടിയല്ലേ വന്നെ. അതിനനുസരിച്ച് നമുക്ക് വരുമാനമില്ലാതെ നമ്മളുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ മേഹൻ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, മേഹേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ വിവാഹം വേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം മേഹൻ പറയുന്നുണ്ട്, വിവാഹം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനുവേണ്ടി നമ്മൾ വേറൊരു പ്ലാൻ കണ്ടെത്തണം. കാരണം കണ്ണൻ്റെ സമ്മതത്തോടു കൂടി ഈ വിവാഹം നടന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ കമലേശ്വരത്തെ ഒരു തരി സ്വത്ത് പോലും അവൻ നമുക്ക് തരില്ല. അതുകൊണ്ട് തന്നെ കണ്ണൻ സമ്മതിച്ച് ഈ വിവാഹം നടക്കാനുള്ള ഒരു പ്ലാനാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് പറയുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന്. അപ്പം മേഹം പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ഈ പ്ലാൻ ഇവിടെ വേറെ ആരും അറിയരുത്. മറ്റുള്ളവരെ ആരെങ്കിലും അറിഞ്ഞാൽ നമ്മളുടെ ഈ പ്ലാൻ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ പ്ലാൻ ഞാൻ നിന്നോട് മാത്രം പറയാം, നീ ഇത് രഹസ്യമായി വെക്കണം എന്നൊക്കെ പറഞ്ഞ് മേഹൻ മഞ്ജുവിനോട് പ്ലാനൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവരുടെ പ്ലാൻ എന്താണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.